ജീവിതത്തിനായുള്ള ഓട്ടമത്സരത്തിലാണ് ട്രൂങ് മൈലാൻ. വനിതകൾക്ക് വധശിക്ഷ നൽകുന്നത് വളരെ കുറവുള്ള രാജ്യമാണ് വിയറ്റ്നാം. അവിടെയാണ് 68-കാരിയായ ട്രൂങ്ങിന് കോടതി വധശിക്ഷ വിധിച്ചത് എന്നത് കേസിന്റെ പ്രാധാന്യമേറുന്നു. സാമ്പത്തിക തട്ടിപ്പിന് പിന്നിലെ ബുദ്ധികേന്ദ്രമായിരുന്നു ട്രൂങ് എന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ഏപ്രിലാണ് കോടതി വധശിക്ഷ വിധിച്ചത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ തുകയുടെ 75% തിരികെ നൽകിയാൽ മാത്രമാണ് വധശിക്ഷയിൽ ഇളവ് ലഭിക്കുക. അതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ട്രൂങ് ഇപ്പോൾ. തുക എത്രയും വേഗം കൈമാറിയാൽ ട്രൂങ്ങിന് ജീവപര്യന്തമാകും ശിക്ഷ. ആഡംബര ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഓഫീസുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവയിൽ വിജയം നേടിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് വാൻ തിൻ ഫാറ്റ്. കമ്പനി മേധാവിയായിരുന്നു ട്രൂങ് മൈലാൻ. ഇതേ കേസിൽ ഇവരുടെ മരുമകളെ 17 വർഷം തടവിന് കോടതി വിധിച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യ കേസുകളിൽ വധശിക്ഷ നൽകുന്നത് അപൂർവമാണ്. 2012 മുതൽ ബാങ്കിനെ നിയമവിരുദ്ധമായി നിയന്ത്രിച്ച് സ്വകാര്യ നേട്ടങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. വായ്പ നൽകാൻ കടലാസ് കമ്പനികളെ ഉപയോഗിച്ചെന്നും തെളിഞ്ഞു. $27 ബില്യൺ നഷ്ടമാണ് വായ്പകൾ കൊണ്ടുണ്ടായത്. $5.2 മില്യൺ കൈക്കൂലി കൈപ്പറ്റിയെന്നും തെളിഞ്ഞു. 2022 ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവർക്കൊപ്പം സാമ്പത്തിക തിരിമറി നടത്തിയ 85 പേരെയും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. ട്രൂങ്ങിന്റെ വസ്തുവകകൾ വിറ്റ് പണം കണ്ടെത്താനാകുമോ എന്ന അന്വേഷണത്തിലാണ് കുടുംബം. എന്നാൽ ശിക്ഷ നടപ്പാക്കാൻ പോകുന്ന സമയത്തെക്കുറിച്ച് ധാരണയില്ലാത്തതിനാൽ ശിക്ഷ വിധിക്ക് മുൻപ് പണം കണ്ടെത്താൻ സാധിക്കുമോ എന്ന ആശങ്കയും ട്രൂങ്ങിനും കുടുംബത്തിനുമുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.